ഡബ്ല്യുഡബ്ല്യുഇയിൽ ഒരുപാട് അൺഡിഫീറ്റഡ് സ്ട്രീക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റസൽമേനിയയിലെ അണ്ടർടേക്കറിന്റെ സ്ട്രീക്ക് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം റോമൻ റെയിൻസിന്റെ അൺഡിഫീറ്റഡ് സ്ട്രീക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനോടെല്ലാം തന്നെ കടപിടിക്കുന്ന രീതിയിൽ, ഇതിനോടെല്ലാം തന്നെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ മറ്റൊരു റെയിൻ കൂടിയുണ്ട്. അതിന് സ്ട്രീക്ക് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല, എന്നാലും ആ കാര്യം ഞാൻ പറയാം. 12 വർഷത്തിനിടയ്ക്ക് ആകെ 7 പേർ മാത്രമേ അദ്ദേഹത്തെ ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡബ്ല്യുഡബ്ല്യുഇയിൽ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ ആണ്. 2012 ബ്രോക്ക് ലെസ്നർ ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തെ ക്ലീൻ ആയിട്ട് ഡബ്ല്യുഡബ്ല്യുഇയിൽ പിൻ ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആകെ 7 പേരാണ്. ഇപ്പോൾ ഇത് 2024 ആയിരിക്കുന്നു. 12 വർഷങ്ങളായിട്ടും ആകെ 7 പേർ മാത്രമേ ബ്രോക്ക് ലെസ്നറെ ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ചിട്ടുള്ള ആ 7 കിഡിലൻ വ്യക്തികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ വ്യക്തി ജോൺ സീനയാണ്. 2012 ബ്രോക്ക് ലെസ്നർ തിരിച്ചു വന്ന ആദ്യത്തെ മാച്ച്, എക്സ്ട്രീം റൂൾസ് 2012 നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ച് ജോൺ സീനക്കെതിരെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ ജോൺ സീന ബ്രോക്ക് ലെസ്നറെ ക്ലീൻ ആയി പിൻ ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് റസൽമേനിയ 29 ട്രിപ്പിൾ എച്ചിനെതിരെയായിരുന്നു ബ്രോക്ക് ലെസ്നർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ ട്രിപ്പിൾ എച്ച് ബ്രോക്ക് ലെസ്നറെ ക്ലീൻ ആയി തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗോൾഡ്ബർഗിന്റെ ഒരു വരവ് നമുക്ക് കാണാൻ സാധിച്ചു, ഒരു മരണമാസ് വരവ്. ആ വരവ് നടന്നിട്ടുണ്ടായിരുന്നത് 2016 ആ വർഷത്തെ സർവൈവർ സീരീസിൽ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഗോൾഡ്ബർഗ് തമ്മിലുള്ള ഒരു മാച്ച് വെക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷമുള്ള ഗോൾഡ്ബർഗിന്റെ ആദ്യത്തെ മാച്ചായിരുന്നു ആ ഒരു മാച്ച്. എല്ലാവരും കൺകുളിർക്കെ കാണാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു. എല്ലാവരെയും നിമിഷങ്ങൾക്കുള്ളിൽ തോൽപ്പിക്കുന്ന ബ്രോക്ക് ലെസ്നർ എങ്ങനെയായിരിക്കും ഗോൾഡ്ബർഗിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പോകുന്നത്, ഗോൾഡ്ബർഗിനെ എത്ര നേരം കൊണ്ടായിരിക്കും തോൽപ്പിക്കുക എന്നെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ലെസ്നർ ഫാൻസിന്റെ അണ്ണാക്കിലിട്ടുള്ള അടി തന്നെയായിരുന്നു ഗോൾഡ്ബർഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെയധികം പെട്ടെന്ന് തോൽപ്പിച്ചിട്ടുള്ള സ്ക്വാഷ് മാച്ച് ആയിരുന്നു ഗോൾഡ്ബർഗ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരൊറ്റ സ്പിയറിന്റെ ജാക്ക് ഹാമർ. അതോടുകൂടി ആ ഒരു മാച്ച് ഗോൾഡ്ബർഗ് അവിടെ അവസാനിക്കുന്നതും ഗോൾഡ്ബർഗ് അവിടെ വിജയിക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് 2018 സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസ് ബ്രോക്ക് ലെസ്നറെ ക്ലീൻ ആയി തോൽപ്പിക്കുകയുണ്ടായി. പിന്നീട് 2019 സമ്മർ സ്ലാമിൽ സെത്ത് റോളിൻസ് ആയിരുന്നു ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതും ക്ലീൻ ആയി. പിന്നീട് റസൽമേനിയ 36 നമ്മൾ ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നറെ ഏറ്റവും അവസാനം കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൂ മെക്കിൻഡയർ ആയിരുന്നു. സമ്മർ സ്ലാം 2023 കോഡി റോഡ്സ് ആയിരുന്നു ബ്രോക്ക് ലെസ്നറെ ഏറ്റവും അവസാനമായിട്ട് ക്ലീൻ ആയി തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നറെ ആരൊക്കെയാണോ തോൽപ്പിച്ചിട്ടുള്ളത് അവരെല്ലാം തന്നെ ഡബ്ല്യുഡബ്ല്യുഇയിലെ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ താരങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഡബ്ല്യുഡബ്ല്യുഇയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആയി മാറണം എന്നുണ്ടെങ്കിൽ ബ്രോക്ക് ലെസ്നറെ തോൽപ്പിക്കണം എന്നൊരു ലെവലിലേക്ക് ബ്രോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ കിഡിലൻ ക്യാരക്ടറായിട്ട് ബ്രോക്ക് ലെസ്നർ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രോക്ക് ലെസ്നറെ പിൻ ചെയ്ത് ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചിട്ടുള്ളവർ ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ അതിനുശേഷം വളരെ നല്ല നിലയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ബ്രോക്ക് ലെസ്നറെ ഇതുപോലെ ക്ലീൻ ആയി പിൻ ചെയ്ത് തോൽപ്പിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും. അങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ അത് ഏത് സൂപ്പർ താരമായിരിക്കും? ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.